പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പം നമ്മളിന്ന് ഹിന്ദിയുടെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പം ഫൈനൽ നമ്മളിനി 2 ചാപ്റ്റർ കൂടെ ഉള്ളൂ, ഇതും വേറൊരെണ്ണം കൂടെ. അപ്പോൾ ടേം 1ൻ്റെ കംപ്ലീറ്റ് ആവാൻ പോവാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തത്താര വാമിരോ കഥ എന്ന് പറയുന്ന ലീലാധർ മണ്ഡലോയിയുടെ ഒരു പ്രശസ്തമായ ലേഖനമാണ്. ലേഖനത്തിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് എല്ലാ മക്കളും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇത് കുറേ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. അപ്പം എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണം. ഞാൻ MCQൻ്റെ പാറ്റേണിലുള്ള ടീച്ചിങ്ങാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാ മേഖലകളിൽ നിന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ പോലും വിട്ടുപോകാതെ ആ കഥ കേൾക്കുമ്പം തന്നെ എല്ലാ MCQസുകളും ഓർമ്മ വരാൻ തക്കവണ്ണമുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ തത്താര വാമീരോ കഥ എന്ന് പറയുന്ന ലീലാധർ മണ്ഡലോയി എന്ന കഥാകൃത്തിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. ലീലാധർ മണ്ഡലോയി का जन्म 1954 में जन्माष्टमी को छिंदवाड़ा जिले के एक छोटे से गाँव गुड़ी में हुआ था. അപ്പം 1954 ഒരു ജന്മാഷ്ടമി ദിവസത്തിലാണ് ആര് ജനിച്ചത്? ലീലാധർ മണ്ഡലോയി ചിത്വാഡ ജില്ലയിലുള്ള ഗുഡി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷാദീക്ഷ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻസുകൾ ഭോപ്പാലിലും റായ്പൂരിലുമായിട്ടാണ് കഴിഞ്ഞത്. ഈ ഭോപ്പാൽ എന്ന് പറയുന്നത് ഗ്വാളിയറിനടുത്തുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് പറയാൻ പോകുന്നത് പ്രസാരൺ കി ഉച്ചശിക്ഷ കേലിയെ. ഉച്ചശിക്ഷ എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കോമൺവെൽത്ത് റിലേഷൻസ് ട്രസ്റ്റ് വഴി അദ്ദേഹം എവിടെ പോയി? ലണ്ടൻ കി ഓർ സേ അമന്ത്രിത് കിയേ ഗേ. അദ്ദേഹം ഉയർന്ന എഡ്യൂക്കേഷന് വേണ്ടി ലണ്ടനിൽ പഠിക്കാൻ പോയി. പിന്നെ പറയുന്നത് लंदन की ओर से आमंत्रित किए गए इस दिनों प्रसार भारती दूरदर्शन के महानिर्देशक का कार्यभार സാംഭാ രഹേ ഹെ എന്ന് വെച്ചാൽ ഈ കാലങ്ങളിലൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ കാലയളവിൽ അദ്ദേഹം എന്തുമായിരുന്നു? പ്രസാർ ഭാരതി ദൂരദർശൻ്റെ ഹയർ ഓഫീസറായിട്ട് ഇരുന്ന ആളാണ് ലീലാധർ മണ്ഡലോയി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻകി കവിതായോമേ छत्तीसगढ़ के जनजीवित तथा वहाँ की बोली का स्पष्ट रूप देखने मिलता है. എപ്പോഴും എന്ത് ചെയ്യും? അദ്ദേഹം ഛത്തീസ്ഗഡുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ആളായിരുന്നു ലീലാധർ മണ്ഡലോയി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളിലും ഏകദേശം ഛത്തീസ്ഗഡിൻ്റെ ഒരു രൂപരേഖ അദ്ദേഹം വർണ്ണിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇനേനെ അൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹ കി ജനജീവിതോ പർ ഗദ്യ രചന കി ഹെ. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ജനങ്ങളെ പറ്റി, അവരുടെ കൾച്ചറിനെ പറ്റി, ജീവിത രീതിയെ പറ്റി, ലൈഫ് സ്റ്റൈൽ എല്ലാം അദ്ദേഹം എന്ത് ചെയ്ത് പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉനോനെ ലേഖ കഥ, ലേഖ് ഗീത്, ഡയറി, യാത്രാ വൃത്താന്ത്, മീഡിയ റിപ്പോർട്ടർ ഓർ ആലോചന ലേഖൻ ഭി കിയാ ഹെ. അദ്ദേഹം ആരൊക്കെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തതെന്നാണ് പറയുന്നത്? ലേഖകഥ എഴുതിയിട്ടുണ്ട്. ലേഖകഥ എന്ന് വെച്ചാൽ പുരാതന ഫോക്ക് കഥകളില്ലേ. ലേഖ് ഗീത് എന്ന് വെച്ചാൽ ഫോക്ക് പാട്ടുകൾ, യാത്രാവിവരണങ്ങൾ, ഡയറി കുറിപ്പുകൾ, മീഡിയ ആയിട്ട് ചേർന്ന് ആർട്ടിക്കിൾ തയ്യാറാക്കുന്നത്, റിപ്പോർട്ടറായിരുന്നു. ഒരുപാട് രീതിയിൽ ജോലി ചെയ്ത സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ കവിയായ ലീലാധർ മണ്ഡലോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ് ഘർ ഘർ ഗൂമ, രാത്ത് ബിരാത്ത്, മഗർ ഏക് ആവാജ്, ദേക്ക അൻദേക്ക, കാലാപാനി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ എന്താണ്? പ്രസ്തുത പാഠ തത്താര വാമീരോ കഥ ആൻഡമാൻ നിക്കോബാർ की പ്രസിദ്ധ ലേഖകഥ है. ആൻഡമാൻ നിക്കോബാറിലെ ഓരോ ദ്വീപുകളിലും പാടി കേട്ട്
വാമൊഴിയിലൂടെ എല്ലാ ഒരു പൊടി കുഞ്ഞിന് വരെയും ഇരുത്തി അമ്മ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഗ്രാൻഡ്മായും ഗ്രാൻഡ്പായും പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് തത്താര വാമിരോ കഥ. അപ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യം, ഈ ദ്വീപ് കെ ദോ ടുക്കടേക്ക് കഥാക്കി, ഈ ദ്വീപിൻ്റെ 2 ടുക്കട ആയിട്ടുള്ള മാറിയ കഥയാണ്. തത്താര വാമിരോ का പ്രേം പ്രസംഗ് കെ മാധ്യമ സെ പ്രസ്തുത കിയാ ഗയാ ഹെ. തത്താര വാമിരോയുടെ പ്രണയത്തിൻ്റെ കഥയെപ്പറ്റി, പ്രണയമാണ് ആ കഥയിലുടനീളം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ദ്വീപ് സമൂഹമേ ഉൻകെ ജനജാതിയോ കാ നിവാസ് ത, ഒരുപാട് ആൾക്കാർ താമസിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഉൻകെ അപ്പനെ രീതി റിവാജ് പർവ് തഥാ റൂട്ട് പരായും ഥി. ഇതെന്താണ്? അവരുടെ ആചാരങ്ങളും അനാചാരങ്ങളും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ചേർന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് ഇവിടെ. ഈ പരമ്പര കെ തോടിനെ കെ ലിയേ കിസ് തരഹ് തത്താര വാമീരോനെ അപ്പനെ പ്രാണ ത്യാഗ് കിയ. അപ്പോൾ അവിടെയുള്ള ദുരാചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന 2 പ്രണയിതാക്കളുടെ കഥയാണ് തത്താര വാമീരോ കഥയിലൂടെ നമ്മൾക്ക് ലീലാധർ മണ്ഡലോയി പരിചയപ്പെടുത്തി തരുന്നത്. ഈ പ്രസ്തുത പാഠമേ ഉൻകെ ഉസി ആത്മ ബലിദാൻ കാ വർണ്ണൻ കിയാ ഗയാ ഹേ എന്ന് വെച്ചാൽ, ആത്മബലിദാൻ എന്ന് വെച്ചാൽ ജീവൻ നഷ്ടപ്പെടുത്തപ്പെട്ട കഥ. തത്താരയുടെയും വാമീരോയുടെയും ഒക്കെ കഥയിൽ എന്തായിരുന്നു, അവർ എങ്ങനെയാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇതിനകത്തെ അർത്ഥം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തത്താര വാമീരോ കഥയുടെ ശരിക്കുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. ആൻഡമാൻ ദ്വീപ സമൂഹ കാ അന്തിമ ദ്വീപ സമൂഹ ലിറ്റിൽ ആൻഡമാൻ ഹെ. അപ്പോൾ ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ദ്വീപ സമൂഹമാണ് ലിറ്റിൽ ആൻഡമാൻ എന്ന് പറയുന്നത്. ഇസി തരഹ് നിക്കോബാർ ദ്വീപ സമൂഹ കെ പെഹ്ലെ ദ്വീപ് കാ നാം കാർ നിക്കോബാർ ഹെ. അപ്പം അതിന് മുന്നുള്ള അതിൻ്റെ പേര് എന്തായിരുന്നു? ദ്വീപസമൂഹത്തിൻ്റെ പേര് കാർ നിക്കോബാർ എന്നായിരുന്നു. യഹ് കഹാ ജാത്ത ഹെ കി പെഹ്ലെ കഭി യെ ദോനോ ഏക് ഹുവാ കർത്തെ തേ ഓർ ഉൻകെ വിഷയ മേ യഹ് കഥ പ്രചലിത് ഹെ. ഇങ്ങനെ ഇത് കാർ നിക്കോബാർ 2ആയി മാറ്റപ്പെട്ട ലിറ്റിൽ ആൻഡമാൻ എന്നൊക്കെയുള്ള പേരുകളിൽ 2 വെട്ടിമാറ്റപ്പെട്ട ആ കഥയെ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ്, ഈ ഒരു പേരുകളിലൂടെയൊക്കെയാണ് എന്ത് തത്താര വാമീരോ എന്ന കഥ ഇവിടെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. ഇനി നമുക്ക് തത്താര ആരാണ് എന്ന് പറയാം. തത്താര ലിറ്റിൽ ആൻഡമാൻ ഓർ കാർ നിക്കോബാർ ദ്വീപ് ആപ്പസ് ഹെ ജബ് ലിറ്റിൽ ആൻഡമാൻ ഓർ കാർ നിക്കോബാർ ദ്വീപ് ആപ്പസ് മേ ജുഡേ ഹുവേ തെ. ലിറ്റിൽ ആൻഡമാനും കാർ നിക്കോബാറും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഉസ് സമയം വഹാം ഏക്ക് സുന്ദർ ഏവം ബലിഷ്ഠ യുവഹ് രഹാത്ത. അവിടെ എന്തുണ്ടായിരുന്നു? സുന്ദരനായ ബലിഷ്ഠനായ, ബലിഷ്ഠ എന്ന് വെച്ചാൽ അതികായനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് തത്താര. തത്താര പാസ ഗാവുക രഹനെ വാലാ ഹെ. തത്താരയുടെ ഗ്രാമത്തിൻ്റെ പേരാണ് പാസ. അപ്പം ഞാനിപ്പോൾ 3-4 MCQനുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. 2 ദ്വീപസമൂഹത്തിൻ്റെ പേര് ലിറ്റിൽ ആൻഡമാൻ, കാർ നിക്കോബാർ. അപ്പം തത്താരയുടെ ഗ്രാമത്തിൻ്റെ ഗാവിൻ്റെ പേര്, അവിടുത്തെ യുവാവിൻ്റെ പേര്, ഇത്രയും ഞാൻ പറഞ്ഞു തന്നു. യഹ് ബഹുത്ത് അച്ഛേ സ്വഭാവ് ഖാത്ത ഓർ മുസീബത്ത് കെ സബ്സെ കാം ആത്ത ഥ എന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ള യുവാവായിരുന്നു. മുസീബത്ത് എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എല്ലാവർക്കും സഹായകനായ ഒരാളായിരുന്നു തത്താര വാമിരോ എന്ന് പറയുന്ന ആൾ. यही कारण कि उसे सभी लोग आदर व सम्मान की दृष्टि से देखते ही तथा उसे अपने पारिवारिक और सामाजिक कार्यों में बुलाया करते हैं. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ഓരോ വീട്ടിൽ നടക്കുന്ന കുടുംബകാര്യങ്ങളിലായാലും ഗ്രാമത്തിലെ വിശേഷത്തിനായാലും പ്രത്യേക ആഘോഷങ്ങളിലായാലും തത്താരയെ അവർ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉസ്കെ പാസ് ലക്ഡി കി ബനി ഏക്ക് തൽവാർ തി. അപ്പം ആൾക്കാർ പറയുന്നത്
തത്താരയുടെ കയ്യിൽ ലക്കടി തടി കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ വാളുണ്ടായിരുന്നു. ജിസേഹ് സദൈവ് അപ്പനെ സാത്ത് രഹത്താത്ത, തത്താര എപ്പോഴും വളരെ ആത്മാഭിമാനത്തോടെ അവൻ്റെ കൂടെ കൊണ്ട് നടന്ന ഒരു സാധനമായിരുന്നു അവൻ്റെ വാള്. ഉസേയിസ് തൽവാർക്കെ ചലാത്തെ ഹുവേ കിസിനെ നഹി ദേക്കാത്ത, ഈ തൽവാർ, ഈ വാള് അവൻ ഒരിക്കലും യൂസ് ചെയ്യുന്നത് അവരാരും കണ്ടിട്ടില്ല. പക്ഷേ ഉസ്കി തൽവാർ മേ അദ്ഭുത ശക്തി തീ എന്നാണ്. ലോകോം കാ മനായ ഥ എന്ന് വെച്ചാൽ മാനന ഥ, ലോക് വിചാരിച്ചിരുന്നത് അവൻ്റെ ആ തൽവാറിൽ, അവൻ്റെ ആ വാളിൽ ഒരു വലിയ അത്ഭുത ശക്തി ഉണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി നമുക്ക് തത്താരയുടെയും വാമീരോയുടെയും മീറ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഇതിനകത്തുനിന്ന് പറഞ്ഞുതരാം. ഏക് ശാം ജബ് തത്താര സമുദ്രി ബാലു പാർ ബൈഠ്കർ സൂരജ് കി അന്തിമ രംഗ് ബിരംഗി കിരണോ കെ നിഹാർ രഹാത്ത. അപ്പം ഈവനിങ് ടൈമിൽ, സൺസെറ്റിൻ്റെ ടൈമിൽ തത്താരോ നദിയുടെ തീരത്ത് സൺസെറ്റ് കാണാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. തബി ഉസെ പാസ് ഹി ഏക് മധുർ ഗീത് സുനായി ദിയ. അപ്പം അവനൊരു എന്ത് കേട്ടു? വളരെ മധുരമായ ഇമ്പമുള്ള ഒരു സൗണ്ട്, പാട്ട് അവൻ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പം കി വഹ് മദ് ഹോഷ് ഹോക്കർ ഗീത് കി സ്വർ കി ഓർ ബഡനെ ലഗ. അവൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ പാട്ടിൻ്റെ സ്വരത്തിൻ്റെ ഉച്ച കൂടി 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 നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പം തബി ഉസ്കി നജർ ഏക് യുവതി പർ പടി എന്ന് വെച്ചാൽ അവനൊരു പെൺകുട്ടിയെ കണ്ടു. ജോ ഏക് ശൃംഗാർ ഗീത് ഗാ രഹീത, അവളാണ് ആ മനോഹരമായ പാട്ട് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇസി സമയം ഏക് സമുദ്രി ലഹറിനെ ഉസെ ഗീലെ ദിയ ഓർ ഉസ്നെ ഗീത് ഗാന ബന്ദ് കർ ദിയ. അപ്പോൾ എന്ത് ചെയ്ത്, ഒരു വലിയ തിരമാല വന്ന് അടിച്ചപ്പോഴത്തേന് അവൾ പാട്ട് നിർത്തുകയും ചെയ്ത് തത്താര അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ജോ ലപാത്തി ഗാവ് കെ രഹനെ വാലി തി, അവൾ ഏത് ഗ്രാമത്തിലുള്ളയാണ്? ലപാതി ഗ്രാമത്തിൽ ജീവിക്കുന്നതാണ് അവൾ. അപ്പം തത്താരോ എവിടെയാണ്? പാസാ ഗ്രാമത്തിലും വാമീരോ ലപാതി ഗ്രാമത്തിലും ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് തത്താരോ വാമീരോയുടെ പ്രണയം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. ഗീത് റുക്തേ ഹി തത്താര വെചൈൻ ഹോ ഗയാ ഓർ ഉൻകെ വാമീരോ സെ പൂച്ച കി ഉസ്നെ ഗീത് ഗാന ബന്ദ് ക്യോ കർ ദിയ. അപ്പം അവളോട് ചോദിച്ചു ചെന്ന്, നീ എന്തിനാ പാട്ട് നിർത്തിയത്? ഇസ് पर वामीरो ने बेरूखी से उससे पूछा कि वह छिपकर उसका ഗാന ക്യൂ സുൻ രഹ. അപ്പം അവൾ തിരിച്ചു അവൻ ചോദിച്ചതിന് അവൾ മറുപടി പറയാതെ തന്നെ അവൻ തിരിച്ചു ചോദിച്ചു, നീ എന്തിനാണ് ഒളിച്ചിരുന്നത് എൻ്റെ പാട്ട് കേട്ടത്? തത്താരാനെ ഉസ്കി ബാത്ത് ന സുൻകർ ഫിർസെ അപ്പന വഹി പ്രശ്ൻ ദോഹരായ എന്ന് വെച്ചാൽ അവൻ ചോദിച്ചതിന് അവൾ മറുപടി പറഞ്ഞില്ല, പകരം മറു ചോദ്യം ചോദിച്ചു. പക്ഷേ തത്താര എന്താ ചെയ്തത്? അത് കേൾക്കാതെ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്, നീ എന്തിനാണ് പാട്ട് നിർത്തിയത്? ഇസ് പ്രകാർ കൈ ബാർ വാമീരോനെ ഉസ്കെ बेरूखी ने बात की और തത്താര ഉസെ ഗീത് ഗാനെ കാ അനുരോധ് കർത്താ രഹ. അപ്പം പല പ്രാവശ്യം അവളോട് കമ്പൽ ചെയ്ത് ചോദിക്കുകയാണ്, നീ എന്താണ് പാടാത്തത്, പാടൂ എന്ന് പറഞ്ഞപ്പോൾ അന്തുമേ വാമീരോനെ ഉസ്നെ പൂച്ച കി ക്യാ വഹ് ഇസ് ഗാവ് കാ നിയമം നഹി ജാനത തുംകോ, നിനക്ക് ഈ ഗ്രാമത്തിൻ്റെ നിയമങ്ങളൊന്നും അറിയത്തില്ലേ? ജോ ബാർ ബാർ ഗീത് ഗാനെ കെ ലിയെ കഹാൻ ജാ രഹാ ഹൈ കഹേ ജാ രഹാ ഹൈ യഹ് कहकर वह वापस जाने लगी तो ततारा उसके गिड़गिड़ाते हुए बोला ही कि उसे पास माफ़ कर दो क्योंकि वह उसे देखकर വിച്ഛലിത് ഹോഗയാത്ത. അപ്പം എന്ത് ചെയ്ത്, അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ തിരിഞ്ഞോടി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൻ പറഞ്ഞു, സോറി കേട്ടോ, അപ്പം ക്ഷമിക്കൂ, ഞാൻ നിന്നെ കണ്ട് എന്തായിപ്പോയി, എല്ലാം മറന്നുപോയി. ഉസേ വാമീരോനെ ഉസ്ക നാം പൂച്ച, അവളോട് എന്നിട്ട് പേര് ചോദിച്ചു. വാമീരോനെ അപ്പന നാം ബതായാത്തോ തത്താരാക്കെ ഏസാ ലഗാ മാനെ ഉസ്കെ കാനെ മേ കിസിനെ റസ് ദോൽ ദിയാഹോ. അപ്പം എന്തോ വളരെ മധുരമായ ഒരു വാക്ക് കേട്ടത് വാമീരോ എന്ന് കേട്ടപ്പോൾ അവന് ഒരു തേൻ പോലെയാണ് അവന് കേട്ടത്. ഉസ്നെ വാമീരോനെ അഗലെ ദിൻ ഫിർ ഇസി സ്ഥാൻ പർ ആനേക്ക് കഹ, നാളെ നീ ദയവായിട്ട് ഇവിടെ വരുമോ? തോ വാമീരോ
അൻമനെ മനസെ നഹി കഹകർ അപ്പനെ ഗാവ് കി ഓർ വാപ്പസ് ഭാഗി. അവൾ എന്ത് ചെയ്ത് തല കുലുക്കി കാണിച്ചു, മനസ്സിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇസ്കെ ബാദ് തത്താരാനെ ഉസെ അപ്പന നാം ബതായ ഓർ കഹാ കി കൽ വഹ് ഇസി സ്ഥാൻ പർ ഉസ്കി പ്രതീക്ഷ കരേങ്കി. എന്ന് വെച്ചാൽ എന്താ, അവൾ ഓടിപ്പോകുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേര് തത്താര എന്നാണ്, ഞാൻ നാളെ നിന്നെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കും, നീ ദയവായിട്ട് വരണം, ഞാനിവിടെ കാത്തിരിക്കുമെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാമീരോ പർ തത്താര കാ പ്രഭാവ് ജബ് ചുക്കാ താ ഉസ്കി ആംഖോं के सामने ബാർ ബാർ തത്താര കാ ചെഹറ ആ ജാത്ത. അവൾ എന്ത് ചെയ്തു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിലിമിലൊക്കെ ഇങ്ങനെ കാണുന്നത് പോലെ എന്ത് പറ്റി, സന്ധ്യയായപ്പോൾ തത്താരയുടെ ഫേസാണ് മനസ്സിൽ മുഴുവൻ. എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ അവൾ ആകെ വ്യാകുലതയായി. പിന്നെന്താ, किंतु वह उसे उन सब बातों की अलग लगा, उन्हें ततारा एक ही योग लगा जिसके विषय में उनके अपने जीवन साथी के रूप में കൽപ്പന കീതി. എന്താണ് അവിടെ സംഭവിച്ചത്, തത്താരയെ പറ്റി അവൻ്റെ ഗ്രാമത്തിലല്ല എല്ലാ ഗ്രാമത്തിലുള്ളവർക്കും ആ ചെറുപ്പക്കാരനെ പറ്റി അറിയാം. ഓരോ സ്ത്രീകളും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവനും ബലിഷ്ഠനുമായ യുവാവാണ് തത്താര എന്നുള്ളതുകൊണ്ട് വാമീരോയെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടും അവൾ എന്തായി, ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവനെ തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് പ്രണയിക്കാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചത്, അവൾ വലിയ പരേശാനി ബുദ്ധിമുട്ടിലാവാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജിസ്കെ വിഷയനെ ഉസ്കെ അപ്പനെ ജീവൻ സാथी के रूप में कल्पना की थी किंतु परेशानी यह थी कि वह उनके गाँव का नहीं था. അത് അവളുടെ ഗ്രാമത്തിലുള്ള യുവാവ് ആയിരുന്നില്ല. ഓർ गाँव का यह नियम था कि किसी बाहरी युवक का विवाह गाँव की युवती से नहीं हो सकता है. മറ്റൊരു ഗ്രാമത്തിലുള്ള യുവാവുമായിട്ട് ഈ ഗ്രാമത്തിലുള്ള യുവതികളെ കല്യാണം കഴിപ്പിച്ചു വിടില്ല എന്ന വലിയ നിയമമുള്ള സ്ഥലമായിരുന്നു അത്. ഇസി കാരൻ വഹ് നിരാശ ഹോഗ്യ. അത് കാരണം അവൾ വളരെ നിരാശയിലായി. ഓർ ഉസേ ഭൂൽനെ ബി കോശിഷ് കർണയിലേക്ക്, അവനെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ തത്താര ഓർ വാമിരോ ദോനോ ഏക് ദൂസരെ സെ മിൽനേക്ക് വെജേൻതെ. അപ്പോൾ എന്താണ്, ഇതെല്ലാം വിചാരിച്ചാലും ഒരാളും മറ്റൊരാളെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ള വെപ്രാളത്തിലായിരുന്നു. പിന്നെന്താ പറ്റിയത്, അലഗ് ദിൻ ജैसे ही शाम हुई, നെക്സ്റ്റ് ദിൻ ഈവനിങ് ആയപ്പോൾ തത്താര ഉസി സ്ഥാൻ പർ പഹൂഞ്ച് ഗയ ഓർ വാമിരോ കോ ढूंढने लगा. തത്താര ഓടി വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നു വാമിരോയെ നോക്കിയിരുന്നു. ജഹാം വഹു ഉസെ കൽ മിലി थी അച്ചാനക് ഉസെ നാരിയൽ കെ പേട് മേ വാമിരോ കി ഛായ കെ ദേഖ. അപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഏറ്റവും കൂടുതലുള്ള മരങ്ങളാണ് നമ്മുടെ തെങ്ങ്. കോക്കനാട്ട് ട്രീയുടെ സൈഡിൽ അവളിങ്ങനെ പതുങ്ങി നിൽക്കുന്ന അവളുടെ നിഴൽ തത്താരോ കാണാനിടയായി. ജോ ചിപ്തേ ചിപ്പാത്തേ ഉസേ മിൽനെ ആയി ഥി. അവളും എന്താണ്, ഒളിച്ചൊളിച്ച് അവനെ കാണാൻ അവിടെ വന്നത്. ദോനോ ഏക് ദൂസരേക്ക് ചുപ് ചുപ്പാ ഏക് ടക് ദേഖ്തേ രഹേ. ഒരു നോട്ടം, ഒളിഞ്ഞും മറഞ്ഞും ഒന്ന് നോക്കിയിട്ട് അവർ തമ്മിൽ മാറിപ്പോയി. അപ്പോൾ റോജ് ഹി ദോനോ സെ സ്ഥാൻ പർ മിൽനേലേക്ക്. അപ്പോൾ ദിവസവും അവരവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കാണാൻ തുടങ്ങി. ഏക് ശബ്ദ ബി നഹി കർത്തെ, ഒരക്ഷരവും മിണ്ടാറില്ല. ഏക് ദിൻ ലപാത്തി സെ കുച്ച് യുവകോं के दोनों के एक साथ देख लिया और वह बात सारे गाँव के फैल गई. അപ്പം ഇവിടുത്തെ ലപാത്തിയിലെ ഒന്ന് രണ്ട് യുവാക്കൾ വാമിരോ തത്താരെ നോക്കി നിൽക്കുന്നത്, അവർ പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ഗ്രാമത്തിലുള്ള തലവന്മാരോടും അവരുടെ പേരൻസിനോടും ഒക്കെ ചെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര പ്രശ്നമായി. അതെല്ലായിടത്തും അറിഞ്ഞു. ദോനോക്കെ അപ്പനെ ഗാവ് വാലെ സമജായാക്കി ദോനോ അലഗ് അലഗ് ഗാവ് കെ ഹേ. അപ്പോൾ എന്ത് ചെയ്ത്, നിങ്ങൾ രണ്ടും രണ്ട് ഗ്രാമത്തിലുള്ളവരാണ്, ഒരിക്കലും നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് രണ്ട് പേരെയും പറഞ്ഞു മനസ്സിലാക്കി. അവസാനം ദോനോ കാ സംബന്ധ संभव नहीं है परंतु दोनों पर गाँव वाले की बातों को कुछ भी असर नहीं हुआ और इसी प्रकार समुद्र के किनारे रोज मिलने रहे. പ്രശ്നം രൂക്ഷമായപ്പോൾ
അവർക്ക് രണ്ടുപേർക്കും ഒരു രീതിയിലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. അവരെന്നും അവിടെ വന്ന് പരസ്പരം കാണാൻ തുടങ്ങി. ഇനി പറയുന്നത് കുച്ച് സമയ ബാദ് പാസ ഗാവുമേ, കുറച്ച് നാളുകൾക്ക് ശേഷം പാസ ഗ്രാമത്തിൽ പശു പർവ് കാ ആയോജൻ ഹുവ. പാസ ഗ്രാമം ആരുടെയാണ്? തത്താരയുടെയാണ്. തത്താരുടെ ഗ്രാമത്തിൽ മൃഗങ്ങളുടെ കോമ്പറ്റീഷൻ, മൃഗങ്ങളെ ഷോ ചെയ്യിപ്പിച്ച് വിൽക്കുക, വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള കുറേ ആചാരങ്ങളുണ്ടായിരുന്നു അന്ന്. ഇസ് പർവ് മേം പശുവോं का प्रदर्शन और പശുവോं एवं യുവകോं के बीच ശക്തി പ്രദർശനം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ശക്തി പ്രദർശനം ഉണ്ട് അവിടെ. അപ്പം ഉത്സവ്, നൃത്യ, ഭോജൻ ആദി കാ ആയോജൻ ഹോത്ത. അന്ന് ഉത്സവമുണ്ട്, ഡാൻസ്, നൃത്തം, ഭക്ഷണം, ഇവയെല്ലാം എന്ത് ചെയ്യും? അന്ന് അവിടെ നടക്കും. കിന്തു തത്താര യഹാം ബി ബാമീരോ കി തലാശാത്ത രഹാ. അച്ചാനക് ഉസേ ലഗാ കി കൊയ് ഉസേ നാരിയൽ കി ജുർമുഡ്ദെ ദേഖ് രഹാ ഹെ യഹ് ബാമീരോത്തി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇതിനകത്തൊന്നും ശ്രദ്ധയില്ലാതെ ഇവളെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് അവൻ ആരെ കണ്ടു? ബാമിരോയെ കണ്ടു. യഹ് തത്താരക്ക് ദേഖ്കർ ജോർ സെ റോ പടി ഓർ ധീരെ ധീരെ ഉസ്കെ റോനെ കാ സ്വർ ഊച്ച ഹോത്ത ഹെ. അവൾ അവിടെ നിന്ന് തത്താരയെ നോക്കിക്കൊണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. എന്താണ് റീസൺ? അവൾക്ക് വിവാഹം കഴിച്ച് കിട്ടില്ല എന്നുള്ള വിഷമം കാരണം അവനെ കണ്ടപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. അത് ഉറക്കെയായി. ഉസ്കെ റോനെ കി ആവാജ് സുൻകർ വാമീരോ കി മാം വഹ ആ ഗയി. വാമീരോയുടെ അമ്മ അവിടേക്ക് വന്നു. പിന്നെന്തായി? ഉൻകെ തത്താരാക്ക ബഹുത്ത് അപമാൻ കിയ. തത്താരയെ ഒരുപാട് അപമാനിച്ചു. തത്താര സേ വഹ് സഹൻ നഹി ഹുവ. അപമാനം അവൻ ഒരിക്കലും സഹിക്കുന്നവനല്ല. ഉസ്കെ ക്രോധ് മേ ആക്കർ ഉസ്കി ലക്കടി കി തൽവാർ നികാലി. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് ദേഷ്യം കാരണം അവൻ്റെ തൽവാർ വലിച്ച് പുറത്തേക്കെടുത്തു. പൂരി ശക്തി സെ സാത്ത് ധർത്തി മേ ഘാഡ് ദിയ. എല്ലാ ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്ത് അവൻ ആ ഭൂമിയിലേക്ക് വാള് കുത്തിയിറക്കി. ഉസ്കെ ബാദ് വഹ് ഉസ്കെ ഖീഞ്ചത്തെ ദൂർ തക് ചലാ ഗയ. എന്ത് ചെയ്ത്? കുത്തിയിറക്കിയ കത്തി വലിച്ചുകൊണ്ട് അവൻ ഭൂമിയെ കീറിക്കൊണ്ട് പുറകിലേക്ക് വലിച്ചുകൊണ്ട് പോയി. ജുഡേ ഹുവേ വഹ് ദീപ് സെ അന്തിമ ചോർ തക് പഹൂഞ്ച് ഗയ. അപ്പം എന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് അറ്റത്ത് ജോഡ് ചെയ്തിരിക്കുന്ന, അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്ന മണ്ണിൻ്റെ അങ്ങേ അറ്റം വരെ ആര് വലിച്ചു കീറി? തത്താരോ വലിയ വിള്ളൽ ഭൂമിക്കുണ്ടാക്കി എന്നാണ് പറയുന്നത്. യഹാൻ തക്ക് തത്താരാക്കി തൽവാർ ധർത്തിമേ ലഗീതി. എവിടെയാണോ തത്താരയുടെ വാള് തൊട്ടത് അവിടം മുതൽ ധർത്തിക്ക് ദോ ഭാഗ് ഹോ ഗയി, 2 ഭാഗങ്ങളായി മാറ്റപ്പെടുത്തു. അപ്പോൾ തത്താര ഏക് ഓർ ഖടാ താ ഓർ ബാമീരോ ദൂസരി ഓർ. അപ്പോൾ എന്ത്? തത്താര ഇപ്പുറത്തും ആയിപ്പോയി, വാമീറോയും ആൾക്കാരും എല്ലാം അപ്പുറത്തും ആയിപ്പോയി. അപ്പോൾ എന്താണ്? ഏഹ് ദൃശ്യ ദേക്കർ വഹ് ചില്ലാപ്പടി തത്താര തത്താര തത്താര. അവരെന്ത് ചെയ്ത്? ഉറക്ക നിലവിളിച്ചു, തത്താര നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ ഉറക്ക വിളിച്ചു. തബ് ധർത്തിമേ ദരാർ പടുചുക്കി. ദരാർ എന്ന് വെച്ചാൽ വിള്ളൽ. പടുചുക്കി തീ ഓർ തത്താര ജിസ് ഭാഗ് പർ ഖട. അപ്പോൾ എന്ത് ചെയ്ത്? വിള്ളലുണ്ടായി 2 ഭാഗമായി മാറി തത്താര ഒറ്റയ്ക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ആയിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. किंतु उसकी यह कोशिश सफल नहीं हो सकी और वह समुद्र की ओर सफलने लगा. इस समय अपने मुँह से एक ही शब्द निकला रहा था वामीरो. അവൻ എന്ത് ചെയ്ത്? ഹോഷ് വന്നപ്പോഴത്തേന്, ബോധം വന്നപ്പോഴത്തേന് എന്ന് വെച്ചാൽ ക്രോധത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വന്നപ്പോഴേക്കും അവൻ മറ്റൊരു ഭൂമിയുടെ ഭാഗത്ത് ആയിപ്പോയി എന്നാണ് കഥയിൽ പറയപ്പെടുന്നത്. പിന്നെ എന്ത് പറ്റി? വാമീരോ വളരെ ദൂരെ നിന്ന് നിലവിളിക്കുന്ന കാഴ്ച മാത്രമാണ് അവൻ കണ്ടത്. അവസാനം അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് വാമീരോ വാമീരോ എന്ന് മാത്രമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തത്താര എന്ന് ഉറക്കെ നിലവിളിക്കുന്ന വാമീരോയാണ് ആര് കണ്ടത്? തത്താര കണ്ടത്. ഇനി പറയാൻ പോകുന്നത്, ഈ സമയം ഉസ്കെ മുഹ് സെ ഏക് ഹി ശബ്ദ നികൽ രഹാ താ വാമീരോ. ഇസി തരഹ് വാമീരോ भी उसका नाम पुकार रही थी. ततारा लहूलुहान होकर अचेत हो गया. वह कटे हुए दीप के अंतिम टुकड़े पर पड़ा हुआ था जो अभी तक दूसरे भाग से संयोग
വശ് ജുഡാ ഹുവാ ത. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പം അത്രയും ദൂരത്തിൽ അവൻ പിന്നെ കണ്ടത് ഒറ്റയ്ക്ക് ഒരു ചെറിയ പീസ് ദ്വീപിനകത്ത് അവൻ ഒറ്റയ്ക്കായി പോയി. ദൂരെ നിന്ന് മനുഷ്യരെല്ലാം നിലവിളിക്കുന്നത് മാത്രമാണ് കണ്ടത്. തത്താര ബഹുത്ത് ബഹ്താ ഹുവാ കഹാ ഗയാ ഓർ ഉസ്കാ ഖതാ ഹുവാ യഹ് കോയി നഹി ജാൻതാ. എവിടെ പോയിന്ന് തത്താര ഇപ്പോൾ അങ്ങനെ തത്താര എന്നേക്കുമായി ആ ദ്വീപിൽ നിന്ന് മരണപ്പെട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത്. വഹ് റോജ് ഉസി സ്ഥാൻ പർ ജാത്തി ഓർ തത്താരോക്കോ ഡൂണ്ട്തി. അപ്പോൾ എന്ത് ചെയ്യും? വാമീരോ ദിവസം അവിടെ വന്ന് എന്ത് ചെയ്യും? തത്താരോയെ ഡൂണ്ട് ചെയ്യും. എൻ്റെ തത്താര എവിടെ? ലോഗോനെ ഉസെ ഡൂണ്ടിനേക്ക് കോശിഷ് കി ലേക്കിൻ വേ അസഫൽ ഹോ രഹേ. എന്ന് വെച്ചാൽ ആൾക്കാർ ഇവളുടെ വിഷമം കണ്ട് തത്താര, അല്ലെങ്കിൽ അവളുടെ വിഷമമെന്ന് മാത്രമല്ല, ഒരു ഗ്രാമത്തിൻ്റെ പ്രിയപ്പെട്ടവനായ തത്താരോയെ അവർ മുഴുവൻ അന്വേഷിച്ചെങ്കിലും എന്ത് കിട്ടിയില്ല? അവനെ കണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആജ് ദോനോ ഹി നഹി ഹെ. ഇപ്പം അവരെന്ത്? തത്താരയില്ല, വാമീറോയും ഇല്ല. പക്ഷേ ഉസ്കി യഹ് പ്രേം കഥ ഘർ ഘർ മേ സുനായി ജാത്ത ഹെ. ഓരോ വീടുകളിലും അവരുടെ പ്രണയത്തിൻ്റെ തീവ്രമായ ഈ കഥ പറഞ്ഞു കൊടുക്കപ്പെടും എന്നാണ് പറയുന്നത്. निकोबार के लोगों का मत है कि ततारा की तलवार से निकोबार के जो टुकड़े हुए उसका दूसरा हिस्सा ലിറ്റിൽ ആൻഡമാൻ ഹെ. അപ്പോൾ എന്തു പറയുന്നത്? തത്താരോ ആദ്യത്തെ വെട്ടിമുറിച്ച വലിയ ഭാഗത്തിനെ കാർ നിക്കോബാർ എന്നും ചെറിയ ടുക്കട ലിറ്റിൽ ആൻഡമാൻ എന്നും പറയും. ജോ കാർ നിക്കോബാർ 96 കിലോമീറ്റർ കി ദൂർ പർ ഹെ. അപ്പോൾ എന്തോ കാർ നിക്കോബാർ അവിടുന്ന് ഒരു 96 കിലോമീറ്റർ ദൂരത്തിലാണ്. തത്താര വാമീരോ കെ ബലിദാൻ കെ പശ്ചാത്ത് നിക്കോബാരി ദൂസരെ ഗാവ് കെ ബി വൈവാഹിക സംബന്ധ് കർണേ ലഗേ ഹെ. അപ്പോൾ എന്തു പറ്റി? ഇവരുടെ മരണത്തിന് ശേഷം ഇങ്ങനെ ഒരു മരണം അവിടെ സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കാമെന്ന് അവർ നിയമം കൊണ്ടുവന്നു. വൈവാഹിക സംബന്ധിതുമേ ആനെ വാലെ ഇസ് പരിവർത്തൻ കെ ഷായത് തത്താര വാമീരോ കെ ബലിദാൻ മേ സംഭവിക്കുക. അപ്പോൾ ഓരോ വിവാഹത്തിനും ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലെ സ്ത്രീയോ യുവതിയോ വിവാഹം കഴിക്കുന്ന സമയത്ത് അവരുടെ തത്താരോയുടെയും വാമീരോയുടെയും ത്യാഗമയി മൃത്യു എന്ന് വെച്ചാൽ ത്യാഗപൂർണമായ മരണത്തെ അവർ ഓർത്തതിന് ശേഷമാണ് അതൊക്കെ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വളരെ മനോഹരമായ ഒരു പ്രണയകാവ്യം നമ്മളുടെ കഴിഞ്ഞിരിക്കുകയാണ്, തത്താരോ വാമീരോയുടെ. നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാമിന് ഇത് കൂടാതെ വേറൊരു ചാനലൂടെ ഉണ്ട്, മന്ന റസോയി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡ് പ്ലസ് ജേർണി ഒക്കെയാണ് ഇടുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണം. അപ്പം ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ഇതിൻ്റെ MCQ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ആദ്യമേ ചാപ്റ്ററിൻ്റെ പരിചയം നിങ്ങൾക്ക് ചെയ്താലേ, ചാപ്റ്റർ അവയർനെസ് ഉണ്ടായാലേ MCQ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണണം ആദ്യം മുതൽ അവസാനം വരെ. അപ്പം എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. സീ യു അഗൈൻ. താങ്ക് യു വെരി മച്ച്.